ഓക്കെ. എത്ര ലൈൻ പഠിച്ചു? ഞാൻ മറ്റേ മുഹറമീൻ അവിടെ വരെ പഠിച്ചേ. പഠിച്ചോ? പറയട്ടെ. കഴിഞ്ഞ ദിവസം എത്ര മാർക്ക് കിട്ടിയാ? മാർക്ക് ഒന്നുമില്ല എനിക്ക്. ഇപ്രാവശ്യം മാർക്ക്. പിന്നെ ശബ്ദം കുറച്ച് പോയിരിക്കായിരുന്നു. തിരുവാതിര പാടി ശബ്ദം പോയി. അപ്പൊ ഗ്രൂപ്പിന്റെ തിരുവാതിരയും വെസ്റ്റേൺ ഒക്കെ ഉണ്ട്. അപ്പം അതിന് ഭയങ്കര പിച്ച. അപ്പം അത് പാടി ശബ്ദം പോയിരിക്കുക. അപ്പൊ കുറച്ച് പാടാം. അതായത് എപ്പോഴും വോയിസ് ശ്രദ്ധിക്കണം. എന്റെ സ്റ്റുഡന്റ് ഒപ്പനകളെ അട്ടഹസിച്ച് പാടി പാട്ടിനോ നേരെ ഒപ്പന പേര് നേരെ സ്റ്റേജിൽ വന്ന് ആകെ പാടിക്കൊളാക്കി. ശ്രദ്ധിക്കണോട്ടാ. ശബ്ദം എപ്പോഴും കീപ്പ് ചെയ്യണം. കറക്റ്റ് ശ്രുതിയിൽ തന്നെ പാടാൻ ശ്രമിക്കുക. അപ്പൊ വോയിസ് നന്നാവും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തഖാത്. നമ്മളെ എന്റെ പേര് മറന്നുപോയി. ഫായിസ. ഫായിസ അല്ലേ? ഫായിസ എന്ന് പറഞ്ഞാൽ തന്നെ വിജയിച്ചോളണം. അപ്പൊ നീ പല കലോത്സവത്തിന് സ്റ്റേറ്റിലേക്ക് വിജയിക്കുമല്ലോ. ഇൻഷാല്ലാഹ്. അപ്പൊ നീ ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ലൈൻ പാടിയ. ഞാൻ അങ്ങനെ പാടിന്. ഞാൻ ഫഊലൻ മഫാഇലുൻ ഫഊലൻ മഫാഇലൂന മഫാഇലുൻ എന്നാ ഞാൻ പാടിയത്. അപ്പൊ നീ ലൊന്ന് പാടില്ല എന്ന് പാടിക്കോട്ടാ. ഓക്കെ, രണ്ടും പോലെ തന്നെ കുഴപ്പമില്ല. എന്നാലും മഫാഇലൂൻ പാട്. ബുഹൂരി അല്ല, ബുഹൂരി ആണ്. ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തഖാത് ഖറായിതു ബുൽദാനിൽ അഅസ്സാഇ ബിസമീൻ വമൻ ശഖ അഅളാഅ ഖറായിതി ഫീ തുജാ ലിബുൽദാനി അഹ്ലിൽ ദീനി ظلما كغير من وتعن العدا في مقلتيها بخنجر وتعن العدا في مقلتيها بخنجر وشلالها يجري بدمع مغرم. അത്ര പഠിച്ച? അല്ല, പഠിച്ചു ബാക്കി. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. പോയി ശ്രുതി ഔട്ടായി. ഒരു കാര്യം ചെയ്യ്, ആ പാട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയി പാടിക്കോട്ടാ. കണ്ടിന്യൂസ് ആയി പാടി. റെഡി? ശ്രുതി കറക്റ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം? നീ ശഅർതു തഖൂലു ലി എന്ന് പാടുക ആദ്യം തുടക്കത്തിൽ. എന്നിട്ട് പല്ലവിയിലേക്ക് വന്നേ. ആദ്യം അനുപല്ലവി ഹൈ പിച്ച് പാടുക. എനിക്ക് ആവുന്ന എത്ര ഹൈ പിച്ചിൽ എനിക്ക് കറക്റ്റ് ആയി പാടാൻ പറ്റുമോ ആ പിച്ചിൽ നീ ഒന്ന് പാടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. ആദ്യത്തേതോ അതോ ശഅർതു തഖൂലുലിയോ? ആദ്യം ഹൈ പിച്ച് പാടുക. എന്നാ പിന്നെ നീ പല്ലവിയിലേക്ക് വന്നു കഴിഞ്ഞാല് ബേസിലേക്ക് വന്ന വീണ്ടും അതേ കറക്റ്റ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ തുടക്കം ബേസ് കറക്റ്റ് അല്ലാതിരിക്കുമ്പോഴാണ് ഹൈ പിച്ചില് ഔട്ടായി പോകുന്നത്. അതാണ് ഒരു ട്രിക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയോ, ട്രിക്ക് മനസ്സിലായില്ല. എന്റെ പൊന്നു മോളെ, അതായത് നമ്മള് ചില ആൾക്കാർ ഇങ്ങനെ തുടക്കം
പിച്ച് മാറിക്കഴിഞ്ഞാല്, ആ പിച്ച് ലേശം കൂടിക്കഴിഞ്ഞാല് ആ പല്ലവി ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോ എന്താകും? ഇതാ പിച്ച് ഔട്ട് ആവും. അപ്പൊ നമുക്ക് ചിലപ്പോ നമുക്ക് അവിടെ എത്തൂല. അപ്പൊ ഇല്ല, ആദ്യം എത്തിപ്പിടിക്കണം. ഹൈ പിച്ച് പിടിക്കണം. അയവ അങ്ങനെ തന്നെ. ആദ്യം ഓക്കെ. പിച്ച് പിടിക്കുക. ആ ആ പിച്ച് പിടിച്ച് പാടി നമുക്ക് പല്ലവിയിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. شعرت تقول لي طعنت برمحهم قد انشق قلبي صرت مثل المصمم ألا هيهول اليوم لحد لعله يكون مبيتا لي إليه سندمي ألا ليتني صرت طبيبا لجروحها فعندي دواء الشعر يجري من الفم وهم قتلوا أطفال عزت عنبة بشن الحروب في ليالي المحرم. അപ്പൊ ഇപ്പൊ ഒരു ഏതോ സുഹൃത്ത് നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബ്ലോക്കാക്കാൻ ഞാൻ പറഞ്ഞ ക്ലാസ്സിലാണ്, ഓൺലൈൻ ക്ലാസ്സിലാണ് കുട്ടികളെ പഠിപ്പിക്കാന്ന് പറയുന്നതിന് ഓൻ SMS ഹലോ ബ്രോ എന്ന് വിളിച്ചു. ഞാൻ അധ്യാപകനാണ്, സ്കൂൾ കോളേജിൽ അധ്യാപകനായത്, ഇപ്പൊ മൈൽ സ്കൂൾ അധ്യാപന പറയുന്നത് വീണ്ടും ബ്രോ ഹലോ ബ്രോ എന്നല്ല പറയാം. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കാൻ അതിന്റെ ഇടയിൽ നിന്ന് SMS അയക്കാം. ഞാൻ എന്തൊക്കെയാ ബ്ലോക്ക് ആക്കി കളഞ്ഞു. എത്ര പ്രാവശ്യം പറയല്ലോ, ഹൈസ്കൂൾ ചെക്കനാണ്, മറ്റേ മഞ്ചേശ്വരത്തുള്ള മോളില്ലേ. ഒന്നുകൂടി അനുപല്ലവി ഒന്നും കൂടി ഹൈ റേഞ്ച്, ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് പാടാം. അനുപല്ലവി ഹൈ പിച്ചിൽ ഒന്നുകൂടി പാടുക. ഒരു പ്രാവശ്യം അല്ല, ഒരു പ്രാവശ്യം കൂടി പാടുക. അത് നീ ഈ അനുപല്ലവി പാടിയതില് ഒരു ഹൈവിയത്ത്, അതായത് ജീവനില്ലാണ്ട് പാടിയ, ആത്മാവില്ലാണ്ട് എങ്ങനെയോ അങ്ങ് പാടിയതാ. അത് പറ്റൂല. സ്റ്റേറ്റിലേക്ക് പോകേണ്ട കുട്ടി ഇങ്ങനെ പാടിയിട്ട് കാര്യം. എനിക്ക് 45 മാർക്ക് തരും. 95 മാർക്ക് വേണമെങ്കിൽ 50 മാർക്ക് കിടക്കാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. شعرت تقول لي طعنت برمحهم قد انشق قلبي صرت مثل المصمم ألا هيهول اليوم لحدا لعله يكون مبيتا لي إليه سندمي ألا ليتني صرت طبيبا لجروحها وعندي دواء الشعر يجري من الفم وهم قتلوا أطفال عزت عنبة بشن الحروب في ليالي المحرم. മോളെ, ഇതില് എന്റെ മോള് പാടി, ശബ്ദം നല്ല ശബ്ദമാണ്. പക്ഷെ ആ പാട്ടിന്റെ ആത്മാവെല്ലാം നഷ്ടപ്പെട്ട് അതൊരു മയ്യത്തായിട്ടുള്ള പാട്ടായി പോയി. കുറച്ചുകൂടെ എനർജി വേണം അല്ലേ? എനർജി. അതായത് شعرت تقول لي طعنت برمحهم قد انشق قلبي صرت مثل المزمم. മാഷിന് പാടാനാവില്ല, മാഷിന് ചുമക്കും. മനസ്സിലായി. മോളങ്ങനെ തൊണ്ട ഓപ്പൺ ആക്കിയിട്ടില്ലേ, ആ പദങ്ങളൊക്കെ തുറന്ന് ഓരോ അക്ഷരം വ്യക്തമാക്കി തുറന്ന് പാടിക്കോ. തുറന്നു പോലെ പിച്ച് ഔട്ട് ആവും. കാരണം ഇന്ന് രാവിലെ പോയി കിടക്കാതാ. ഇന്ന് പോയിട്ട് എന്റെ മനോഹരമായ ശബ്ദം, എത്ര സുന്ദരമായ ശബ്ദം. ആരൊക്കെ ഉള്ളത്? ഞാൻ കേട്ടത് മനോഹരമായ ശബ്ദങ്ങളിൽ കുറച്ച് കുട്ടികൾ വിട്ട് വളരെ നല്ല ശുദ്ധ കൊല്ലത്ത് സ്റ്റേറ്റിലേക്ക് പോണ കുട്ടിയാണ്. ഓക്കെ, റെഡി? 1 ഒരു മിനിറ്റ്, ഞാൻ അല്ലാണ്ടൊന്ന് പാടി നോക്കട്ടെ, ഒന്ന് മ്യൂട്ട് ആക്കിയിട്ട്. അത്ര എത്തുമെന്ന്. അല്ല, അതിലെത്തും. നീ ധൈര്യത്തിൽ പാടിക്കോ. നീ ഇത്ര ഹൈ പിച്ച് പാടണ്ട, നീ നിന്റെ പിച്ചില് പാടുക. ഇപ്പൊ നീ പാടി പിച്ചില്ലേ,
ഹാപ്പി ചെയ്യുന്ന തൊണ്ട തുറന്നിട്ട് തൊണ്ടയിൽ നിന്ന് പാടാ, മൂക്കിലോട്ട് പാടരുത്. ഇല്ല. തൊണ്ടയും തുറന്നിട്ട് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. شعرت تقول لي تعند برمحهم قد انشق قلبي صرت مثل المزمم ألا هيئوا اليوم لحدا لعله يكون مبيتا لي إليه سندمي. സംഭവം ശബ്ദത്തിന് ഒരു മാധുര്യം കൂടി വരണം. അതായത് ആ പദങ്ങളില്ലേ, ശഅർതു തഖൂലു ലീ തുഇൻതു ബിറുംഹിഹിം, ആ പദങ്ങളുണ്ട്. തുഇൻതു ബിറുംഹിഹിം, ആ കൊണ്ട് എന്നെ കുത്തി എന്നാ അതാ ആ ഒരു വേദന പറയണം അവിടെ. പിന്നെ മരിച്ച വീട്ടിൽ ചിരിക്കുന്ന അവസ്ഥയുള്ള ഒരാളെ കുത്തുമ്പോ ചിരിക്കുന്നില്ലേ, പിന്നെ ഏതുപോലെ നമ്മൾ രജനീകാന്ത് പടത്തിലുള്ളത് പോലെ ഉള്ളപ്പോ. ഓക്കെ, അതായത് ശഅർതു തഖൂലു ലീ തുഇൻതു ബിറുംഹിഹിം قد انشق قلبي صرت مثل المزمم ألا هيئوا لليوم لاحدا لعله يكون مبيتا لي إليه سأنتمي ألا ليتني صرت طبيبا لجرحها وعندي دواء الشعر يجري من الفم. ആ ഒരു ഫീലിങ്സ് വരാം. പാടാനാവുന്നില്ല, പക്ഷെങ്കിൽ ആ ഒരു ഫീലിങ്സ് വരണം. ഓക്കെ, പാടട്ടെ ചോദിക്കണ്ട, പാടിക്കോ. شعرت تقول لي تعند برمحهم قد انشق قلبي صرت مثل المزمم ألا هيئوا لليوم لحدا لعله يكون مبيتا لي إليه سندمي ألا ليتني صرت طبيبا لجروحها وعندي دواء